എല്ലാവർക്കും തേനീച്ച വളർത്തലിന്റെ ഫീൽഡ് വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫീൽഡ് വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള 4ാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ 4 വീഡിയോകളിലും തേനീച്ചക്കൂടിന്റെ ഹണി ചേംബറിലേക്ക് അടകൾ വെച്ച് കെട്ടി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ 4 വീഡിയോകളും ചെയ്തത്. പൊതുവിൽ ഒരേ ഉദ്ദേശത്തോടെയാണ് ഈ വീഡിയോകളെല്ലാം ചെയ്തതെങ്കിലും വ്യത്യസ്ത അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ ഈ 4 കൂടുകളും പരിശോധിച്ചത്. അതുകൊണ്ട് തന്നെ ഒരേ സമയങ്ങളിൽ പല കൂടുകൾ വളർത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഓരോ കൂടിനോടും സമീപിക്കേണ്ടുന്ന വിധം ഓരോ രീതിയിലായിരിക്കും. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ 4 വീഡിയോകളും ചെയ്തിട്ടുള്ളത്. ആദ്യം കണ്ട കൂടുകളിലൊന്നും ധാരാളം ആണീച്ചകളുടെ സെല്ലോ റാണി സെല്ലോ കണ്ടിരുന്നില്ല. എന്നാൽ കൂട് വളർന്നു വരുന്നതിനനുസരിച്ചിട്ട് ആണീച്ചകളുടെ സെല്ല് തന്നെ ധാരാളമായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ റാണി സെല്ലുകളും കെട്ടാൻ തുടങ്ങി. അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. എന്നാൽ നേരത്തെ കണ്ടിട്ടുള്ള എല്ലാ കൂടുകൾക്കും വിപരീതമായി ഭയങ്കരമായിട്ട് വളർന്നിട്ടുള്ള ഒരു കോളനിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അതിന്റെ മൂടി തുറന്നപ്പം തന്നെ നമ്മൾ കണ്ടു, അതിന്റെ അടപ്പിൽ നിന്ന് തന്നെ 3-4 അടകൾ താഴോട്ട് കെട്ടി പണിതിരിക്കുന്നതായിട്ട് കണ്ടു. ഇങ്ങനെയൊക്കെയുള്ള ഒരു കോളനിയുടെ വളർച്ച ഭയങ്കരമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കോളനികളിൽ 4 ദിവസം 5 ദിവസം കൂടുമ്പോൾ അതിന്റെ ബ്രൂഡ് ചേംബർ ഇളക്കി ചെക്ക് ചെയ്ത് റാണി സെല്ലുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുന്ന കോളനികളിൽ റാണി സെല്ലുകൾ ഉണ്ടെങ്കിൽ അത് നശിപ്പിച്ച് കളയുകയും വേണം. റാണി സെല്ലുകൾ അടയുടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും കാണപ്പെടാം. അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായി റാണി സെല്ലുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ റാണി സെല്ലുകൾ നീക്കം ചെയ്തില്ല എങ്കിൽ ആ റാണി സെല്ലുകൾ വിരിഞ്ഞ് പുറത്തിറങ്ങുന്നതിന് മുമ്പായി തേനീച്ചക്കൂട്ടിലെ റാണിയും അതിനോടൊപ്പം ആ കൂട്ടിലെ 1/3 തേനീച്ചകളും കൂടെ ചേർന്ന് വേറൊരു സെറ്റായി ഈ കൂട് വിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കൂട് വിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കൂട്ടിൽ നിന്ന് ഉൽപാദനമൊന്നും ലഭിക്കുകയില്ല. അതുകൊണ്ട് കോളനികളൊക്കെ സസൂക്ഷ്മം നിരീക്ഷിച്ച് റാണി സെല്ലുകൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനോടൊപ്പം തന്നെ ഈ സമയങ്ങളിൽ ബ്രൂഡ് ചേംബറിൽ ഒരട കാലിയിട്ട് കൊടുക്കണമെന്ന് മുമ്പിലുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രൂഡ് ചേംബറിൽ അടകൾ കാലിയിട്ട് കൊടുക്കുന്നത് അവർക്ക് ആ കൂട്ടിൽ ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ കൂട്ടിക്കൊടുക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഏതൊരു ജീവിയുടെയും പ്രധാന ധർമ്മം എന്ന് പറയുന്നത് പുതിയ തലമുറകളെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പ്രകൃതിയിൽ യഥേഷ്ടം ജീവിക്കാനുള്ള സാധ്യതകൾ തേൻകാലങ്ങളിൽ തേനീച്ചകൾക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആയിരിക്കുന്ന ആ കൂട്ടിലേക്ക് ആവശ്യാനുസരണം തേൻ സ്റ്റോർ ചെയ്ത ശേഷം പുതിയ തലമുറകളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അവരുടെ ജീവിത ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ തേൻ കാലങ്ങളിൽ എത്രത്തോളം സെറ്റ് പിരിഞ്ഞു പോകാൻ സാധിക്കുമോ അത്രത്തോളം സെറ്റ് പിരിയാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുക. എന്നാൽ ഒരു തേനീച്ച കർഷകനെ സംബന്ധിച്ചിടത്തോളം ഈ സമയങ്ങളിൽ കോളനികൾ സെറ്റ് പിരിഞ്ഞു പോകുക എന്നുള്ളത് അവൻ സംരക്ഷിച്ചു വന്ന കോളനിയിൽ നിന്നും യാതൊരു വിധമായ ഉൽപാദനവും ലഭിക്കാതെ വന്നേക്കാം. മുമ്പുള്ള ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിരുന്നു, തേനീച്ച വളർത്തലിന് ക്ഷാമകാലം, വളർച്ചാക്കാലം, തേനുൽപാദന കാലം, അങ്ങനെ 3 കാലങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഈ കാലങ്ങളിൽ ക്ഷാമകാലം എന്ന് പറയുന്നത് അവർക്ക് പ്രകൃതിയിൽ നിന്ന് ഒന്നും ലഭിക്കാത്ത ഒരു കാലമാണ്. ആ സമയത്ത് കുറെ അധികം കൂടുകളുള്ള ഒരു തേനീച്ച കർഷകനെ സംബന്ധിച്ചിടത്തോളം ഭാരിച്ച ഒരു ബാധ്യത ഇതിന് പിന്നിലുണ്ട്. ഈ തേനീച്ചക്കൂടിന്റെ വളർച്ചയിൽ നമുക്ക് കാണാം. മുമ്പുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ളതായിരുന്നു. അതുകൊണ്ടാണ് അതിനെ കുറിച്ചൊന്നും പറയാഞ്ഞത്. ഇതാണ് അതിന്റെ റാണി. ആ പോകുന്നതാണ് റാണി. കണ്ടില്ലേ? ആ അടിഭാഗത്തൂടെ ഇറങ്ങി സൈഡ് ആ ഫ്രെയിമിന്റെ സൈഡിൽ കൂടെ പോകുന്നതാണ് റാണി.
അപ്പോൾ പറഞ്ഞു വന്നത്, ക്ഷാമകാലത്ത് നമ്മൾ അതിനെ പരിപാലിച്ചു വരുന്നു, വളർച്ചാ കാലത്ത് അതിനെ ഡിവിഷൻ ചെയ്യുന്നു. അതിന്റെ വളർച്ചാ കാലത്തും അവർക്ക് വലുതായിട്ട് സെറ്റ് പിരിഞ്ഞു പോകണം എന്നുള്ള ഒരു ടെൻഡൻസി ഇല്ല. ഭയങ്കരമായിട്ട് വളർന്ന കോളനികളിൽ മാത്രമേ സെറ്റ് പിരിഞ്ഞു പോകാനായിട്ട് അവർ ശ്രമിക്കത്തുള്ളൂ. എന്നാൽ ഒരു തേനീച്ച കർഷകൻ ആ സമയങ്ങളിൽ കോളനികളെ ഡിവിഷൻ ചെയ്ത് പല പല കൂടുകളാക്കി വിഭജനം ചെയ്ത് തേനുൽപാദന കാലത്തേക്ക് തേനുൽപാദിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കി വെക്കും. ഒരു തേനീച്ച കർഷകന്റെ നിയന്ത്രണത്തിൽ കൂടുകൾ വളർച്ചാ കാലത്ത് സെറ്റ് പിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തേനീച്ച കൂടുകൾ സെറ്റ് പിരിഞ്ഞു പോകുന്നത് തേനുൽപാദന കാലത്തിലാണ്. ഇത് രണ്ടും കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. തേനീച്ച കർഷകൻ വളർച്ചാ കാലത്ത് കൂടുകൾ വിഭജനം ചെയ്ത് റാണിസെല്ലുകളൊക്കെ ഉൽപ്പാദിപ്പിച്ച് പല പല കൂടുകളാക്കി മാറ്റി തേൻകാലത്ത് തേനീച്ചകളെ സെറ്റ് പിരിയാൻ അനുവദിക്കാതെ ആ കൂട്ടിൽ തന്നെ നിലനിർത്തുന്നു. എന്നാൽ തേനീച്ചകൾ ക്ഷാമകാലങ്ങളിലും വളർച്ചാ കാലങ്ങളിലും അധികം സെറ്റ് പിരിഞ്ഞു പോകാൻ ശ്രമിക്കാതെ തേനുൽപാദന കാലത്ത് സെറ്റ് പിരിയാൻ വേണ്ടിയിട്ട് പല വിധത്തിൽ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സമയങ്ങളിൽ തേനീച്ചകൾ സ്വാഭാവികമായി റാണി സെല്ലുകൾ കെട്ടുന്നത്. അങ്ങനെ റാണി സെല്ലുകൾ കെട്ടാൻ ആരംഭിക്കുന്നത് ആ തേനീച്ച കൂട്ടിൽ അവർക്ക് വേറെ ജോലികളൊന്നും ഇല്ല എന്ന് ബോധ്യപ്പെടുമ്പോഴും അതിനോടൊപ്പം ആ കൂട്ടിൽ അധികം അംഗങ്ങളായി എന്നവർക്ക് മനസ്സിലാകുമ്പോഴുമാണ്. അപ്പോൾ പറഞ്ഞു വന്നതിന്റെ സാരം, നമ്മൾ ബ്രൂഡ് ചേംബറിൽ തേനീച്ചകൾക്ക് കൂടുതലായി ജോലികൾ നൽകി കഴിഞ്ഞാൽ തേനീച്ച കൂടുകൾ സെറ്റ് പിരിഞ്ഞു പോകാനുള്ള ടെൻഡൻസി കുറയും. അതുകൊണ്ടാണ് ബ്രൂഡ് ചേംബറിൽ ഒരട നമ്മൾ കാലിയാക്കി ഇട്ടുകൊടുക്കുന്നത്. അങ്ങനെ ബ്രൂഡ് ചേംബറിൽ കാലി അടകൾ ഇട്ടുകൊടുത്താൽ ആ കൂട്ടിൽ പിന്നെ റാണി സെല്ലുകൾ കെട്ടുകയില്ല എന്നുള്ള ഒരർത്ഥം അതിനില്ല. റാണി സെല്ലുകൾ കെട്ടി സെറ്റ് പിരിഞ്ഞു പോകുക എന്നുള്ള ആ ഒരു ടെൻഡൻസി കുറയ്ക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. എന്നാൽ ഭയങ്കരമായിട്ട് വളർന്ന കോളനികൾ 2, 3, 4 വട്ടമൊക്കെ റാണി സെല്ല് ഉടച്ചു കളഞ്ഞിട്ട് പിന്നീട് അവർ റാണി സെല്ലുകൾ പൂർണ്ണമായിട്ട് രൂപപ്പെട്ടു വരുന്നതിന് മുമ്പേ വെറുതെ കപ്പുകൾ കെട്ടി സെറ്റ് പിരിഞ്ഞു പോയിട്ടുള്ള അവസ്ഥകളും കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ സെറ്റ് പിരിഞ്ഞു പോയി എന്ന് മനസ്സിലാകാൻ പോലും സാധിക്കാത്ത വിധത്തിൽ വളരെ കുറച്ച് തേനീച്ചകളുമായി പഴയ റാണി സെറ്റ് പിരിഞ്ഞു പോയിട്ടുള്ളതും കണ്ടിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ഭയങ്കരമായിട്ട് വളർന്ന കോളനികളിലാണ്. പലരും സംശയം ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. ശുദ്ധമായ തേൻ, പുതിയ തേൻ. വാവ്, നല്ല മധുരമുള്ള തേൻ.